നമ്മുടെ ചക്കരമാങ്ങയുടെ റെസിപ്പി ഞാനും ചെയ്ത് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റാണ്. മക്കളെപ്പോഴും പറയും ചക്കരമാങ്ങ ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ ഇത്ര ടേസ്റ്റാണെന്നുള്ളത് കരുതിയില്ല കേട്ടാ. നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ പൂട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് വെറുതെ കഴിക്കാനും അതേപോലെ ചോറിന് സൈഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ലെണ്ണ കേട്ടാ. എന്നിട്ട് അതിലേക്ക് ഒരു പിടി വേപ്പില ഇട്ടിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 6-7 വറ്റൽമുളക് ഇട്ടിട്ട് അത് മൂപ്പിച്ചെടുക്കട്ടോ. നന്നായി മൂത്ത് വന്നാൽ അതിനും കോരിയെടുത്തിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നമ്മളെ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കഷ്ണങ്ങളാക്കണം കേട്ടോ. നല്ല തിന്നും ആവരുത്, നല്ല കട്ടി ഉണ്ടാവരുത്. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്ത് അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. ആ സമയത്ത് നമുക്ക് ഇതിന് ഈ പാനിൽ നിന്ന് കോരി മാറ്റട്ടാ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. സ്കൂൾ പൂട്ടിന് മക്കൾ എന്ത് കൊടുത്താലും അവർക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കൊള്ളേട്ടാ. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഇടുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാൻ. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മളെ മുളകും വേപ്പിലയും കൂടെ വറുത്ത് കോരി വെച്ചിരുന്നില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം അതും ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 1.5 ശർക്കര പാനിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ശർക്കര അതിൻ്റെ പകുതിയും കൂടിയുള്ള ശർക്കര പാനിയാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന മാങ്ങ നമ്മൾ എണ്ണയിൽ വെച്ചിട്ട് കോരി എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എൻ്റെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പും മുളകും ഒക്കെയാണ് ഇട്ടിട്ടാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഒക്കെ വെറൈറ്റി ആയി. ഇപ്പോൾ ശർക്കര മാങ്ങയാണ് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ ഈ ചക്കരമാങ്ങയുടെ റെസിപ്പി ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കിക്കൊള്ളട്ടാ. അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.